അത് അമ്മ കുട്ടിക്കാലത്ത് തന്നെ ഇട്ടൊരു പേരാണ്, സൈരന്ധ്രി. 5ൽ നിന്നും കുറേ പേരെനിക്ക് കാമുകന്മാരുണ്ടായിരുന്നു. BA പൊളിറ്റിക്സ്. എനിക്ക് മനഃശാസ്ത്രം പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. കുട്ടിക്കാലം മുതൽ എനിക്കൊരു ശാസ്ത്രജ്ഞയാകണമെന്നായിരുന്നു ആഗ്രഹം. ശാസ്ത്രജ്ഞയാകണമെന്ന് കരുതി ആ ശാസ്ത്രം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാനൊരു സ്റ്റാറുകാരനായിരുന്നു. ഇപ്പൊ നമുക്കറിയുന്ന നാഗസൈരന്ധ്രി ഉണ്ട്, അതാണ് പ്രഷർക്ക് മലയാളികൾക്ക് അറിയാവുന്നത്. പക്ഷെ അതിന് മുമ്പ് ഒരു ജീവിതം ഉണ്ടായിരുന്നല്ലോ, വളരെ സാധാരണക്കാരിയായി ജനിച്ചു വളർന്ന. അപ്പൊ ആ ജീവിതത്തെ പറ്റി ഒന്ന് പറയാം പ്രഷകർ. മോനെ, ഇപ്പോഴും ഞാൻ സാധാരണക്കാരി തന്നെയാണ്. അന്നത്തെ ദിവ്യ രാജ് തന്നെയാണ് ഇന്നും. ആ പേരിന് ഒരു മാറ്റവും ഇല്ല. പലരും വന്ന് എന്നോട് ചോദിക്കും എന്തെന്നാ അവര് സന്യാസ ഭാഷയിലൊക്കെ ചോദിക്കും, ഇത് പൂർവാശ്രമം എന്നൊക്കെ. ആ ആശ്രമം തന്നെയാണ് ഇപ്പോഴും. പണ്ടെങ്ങനെയാണോ അത് തന്നെയാണ് ഇപ്പോഴും. ആ പേര് തന്നെ ഇപ്പോഴും ഉണ്ട്. പിന്നെ ഞാൻ തന്നെ എനിക്ക് സ്വയം പേരിട്ട് നാഗസൈരന്ധ്രി ദേവി, ആത്മാനന്ദ ദേവി, അർത്ത് സ്കൈ, പഴയതൊക്കെ തന്നെയാണ് ഇപ്പോഴും. അങ്ങനെയാണ് ഈ സൈരന്ധ്രി എന്നുള്ള പേരോ? അത് അമ്മ കുട്ടിക്കാലത്ത് തന്നെ ഇട്ടൊരു പേരാണ്, സൈരന്ധ്രി. ആ പേര് ഇട്ടതുപോലെ തന്നെ ആ പേര് മഹാഭാരത കഥയിലെ സൈരന്ധ്രി എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തിന് 5 ഭർത്താക്കന്മാരുണ്ട്. ഓൾറെഡി എനിക്കും ഇതുപോലെ തന്നെ കാമുകന്മാർ കുറേ പേരുണ്ടായിരുന്നു. പിന്നെ കുന്തിയൊക്കെ ഞാൻ ഇഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കും 5ൽ നിന്നും കുറേ പേരെനിക്ക് കാമുകന്മാരുണ്ടായിരുന്നു. കുന്തി ദേവിക്ക് കുറേ ഭർത്താക്കന്മാരില്ലേ അല്ലേ? അതുപോലെ എനിക്ക് മനുഷ്യനേക്കാൾ ഞാൻ ഏറ്റവും കൂടുതൽ പ്രണയിച്ചത് എന്നെ തന്നെയാണ്. പഠിത്തത്തിന്റെ കാര്യം ഒന്നും പറയണ്ട മോനെ. അത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കഥ എടുത്തൊരു സിനിമാ കഥ തന്നെ അറിയാം. ഞാൻ നേഴ്സറി സ്കൂളിൽ പഠിച്ചു, കുളക്കട കുഞ്ഞു സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് 9ാം തരത്തിൽ അടൂർ സെൻറ് മേരീസിൽ ഗേൾസ് സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പൂവറ്റൂര് അറിയാവോ? പൂവറ്റൂര് 11ാം തരത്തിലും 12ാം തരത്തിലും പഠിച്ചു. അത് കഴിഞ്ഞിട്ട് അതിനിപ്പുറം വെച്ച് 10ാം ക്ലാസ് ഞാനൊന്ന് എഴുതി, രണ്ടാമതും കൂടെ ഞാനൊന്ന് എഴുതിയെടുക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞില്ല, പഠിത്തത്തിൻ്റെ ആ കൂടുതൽ കൊണ്ട്. പിന്നീട് എങ്ങനെയൊക്കെയോ ആക്കി കൂട്ടി പന്തളം കോളേജിലൊന്ന് കയറിപ്പറ്റി. അപ്പോഴൊന്നും എനിക്ക് പഠിത്തത്തിലെ പുസ്തകങ്ങളിലുള്ള അറിവുകളൊന്നും എൻ്റെ തലയിലോട്ട് കയറുന്നില്ല കണ്ണ. BA പൊളിറ്റിക്സ്. എനിക്ക് മനഃശാസ്ത്രം പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. കുട്ടിക്കാലം മുതൽ എനിക്കൊരു ശാസ്ത്രജ്ഞയാകണമെന്നായിരുന്നു ആഗ്രഹം. സിനിമാ നടിയാകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ലോകമറിയപ്പെടുന്ന ചിത്രകാരി, ശില്പി, ഒരു ഫാഷൻ ഡിസൈനർ, ഒരു പൊതുപ്രവർത്തകയാകണമെന്ന്, ശില്പിയാകണമെന്ന്, ശാസ്ത്രജ്ഞയാകണമെന്ന്, മനഃശാസ്ത്രജ്ഞയാകണമെന്ന്, പിന്നെ ഒരു ന്യായാധിപ, അതായത് ജഡ്ജി ആകണമെന്ന്, വക്കീലാകണമെന്ന്, അങ്ങനെ കുറേ ആഗ്രഹങ്ങൾ. പക്ഷെ ആ ആഗ്രഹങ്ങളെല്ലാം ഞാനിപ്പോൾ നിറവേറ്റി. നിറവേറ്റിയെന്നല്ല, എല്ലാം മനസ്സിലാക്കിയെടുത്തു. ശാസ്ത്രജ്ഞയാകണമെന്ന് കരുതി ആ ശാസ്ത്രം എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം മനുഷ്യൻ്റെ ഉള്ളിലാണ് ശാസ്ത്രം ഉടലെടുക്കുന്നതെന്ന യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കി. അതായത് ശാസ്ത്രജ്ഞന്മാർ ഓരോ കണ്ടുപിടുത്തങ്ങൾ ചെയ്യുന്നില്ലേ, അതെവിടെ നിന്നാണ്? ഫസ്റ്റ് ജീവിച്ചിരിക്കുന്ന അവരുടെ മനസ്സിൽ നിന്നാണ് ഓരോന്നും കണ്ടെടുക്കുന്നത്. പിന്നീട് അവരത് പ്രവർത്തിച്ചിറങ്ങും. പന്തളം കോളേജിൽ നിൽക്കുവാണ്. അപ്പം അവിടെ പഠിച്ചിട്ട് ആ പഠനത്തിന്റെ കാലഘട്ടമൊക്കെ ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ അന്നത്തെ ഒരു പ്രണയമൊക്കെ കാലമൊക്കെ ഓർമ്മയുണ്ടോ? ശരിക്കും പറഞ്ഞാൽ അന്ന് ഞാനൊരു സ്റ്റാറുകാരനായിരുന്നു. അന്ന് അവിടെ എനിക്ക് ഒത്തിരി ആരാധകരൊക്കെ ഉണ്ടായിരുന്നു. കോളേജിലെ സെക്കൻഡ് ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഞാനായിരുന്നു ക്ലാസ്സിലെ ലീഡർ. എനിക്കൊരു ഒന്നും അറിയത്തില്ലെങ്കിലും നല്ല മിടുക്കത്തിയായിരുന്നു. അതുകൊണ്ട് ടീച്ചർമാർക്കൊക്കെ ഇഷ്ടമായിരുന്നു എന്നെ ലീഡറായിട്ടാക്കുക. അത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരുന്നു.
കാരണം ഞാൻ കഥ എഴുതും, കവിത എഴുതും, ഭയങ്കര ആക്റ്റീവായിരുന്നു മോന്. അപ്പോൾ പെൺകുട്ടികളുടെ ഇടയിൽ ഞാൻ ലീഡറും ആൺകുട്ടികളുടെ ഇടയിൽ മറ്റൊരാളായിരുന്നു ലീഡർ. അപ്പോഴേ ഈ കുട്ടികൾ, ഈ ഫസ്റ്റ് ഇയർ കുട്ടികൾ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഇവരൊക്കെ എന്നെ അവരുടെ എല്ലാം ഇടയിൽ ഒരു ഇങ്ങനെ എന്താ ഇളകിപ്പെരുപ്പം എന്ന് പറയത്തില്ല, അങ്ങനെ നടന്ന ഒരാളായിരുന്നു. എന്നാൽ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. കാരണം കൂട്ടുകാർക്കിടയിൽ മാത്രമേ ഞാൻ ഭയങ്കരമായിട്ട് ഒച്ചയും ബഹളമുള്ളൂ. പക്ഷെ വെളിയിലോട്ടിറങ്ങുമ്പോൾ ഇതുപോലൊരു അടക്കം ഒതുക്കമുള്ളൊരു പെണ്ണെ ഭൂലോകത്ത് കിട്ടത്തില്ല. അങ്ങനെയായിരുന്നു. നമ്മളങ്ങനെയല്ലേ, കൂട്ടുകാർക്കിടയിൽ നമ്മൾ എന്ത് കുരുത്തക്കേടും കാണിക്കും, പക്ഷെ വെളിയിലോട്ട് ഭയങ്കര മാന്യന്മാരും മാന്യത്തികളും. ആ സ്വഭാവമായിരുന്നു എൻ്റേത്.